സൗദിയിലെ റിയാദിലുള്ള ജോസഫ് ബെന്നി എന്ന മനുഷ്യ മൃഗത്തിന് അൽഹംദുലില്ലാ പടച്ച റബ്ബ് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും സങ്കടകരം ആ ഉമ്മ റുക്സാന തൻ്റെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു എന്നറിയുന്നത് അവരെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോഴാണ്. അതുവരെ ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തോൻ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, അബുദാബിയിലെ വാഹനാപകടത്തിൽ മരണപ്പെട്ട 4 കുട്ടികളെ കുറിച്ചിട്ട് വളരെ മോശം രീതിയിൽ പന്നി പറ്റ മക്കൾ എന്നൊക്കെ കമൻ്റ് ഇട്ട സൗദിയിലെ റിയാദിലുള്ള ജോസഫ് ബെന്നി എന്ന മനുഷ്യ മൃഗത്തിന് അൽഹംദുലില്ലാ പടച്ച റബ്ബ് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനുണ്ട്. കാരണം നമുക്ക് ആ മനുഷ്യനോട് ഒരു സിമ്പതി പോലും ഇല്ലല്ലോ. ആ ഒരു 4 കുട്ടികൾ, ആ 4 കുട്ടികളോട് ഏതൊരു ജീവനുള്ള ജീവിക്കും കരുണ തോന്നുക. അപ്പോഴാണ് ഈ ഒരു മനുഷ്യ, ഞാൻ ആ വാക്ക് ഞാൻ പറഞ്ഞില്ല, അവൻ പറഞ്ഞത് പന്നി പെറ്റു കൂട്ടും പോലെ ചത്തൊടുങ്ങിയാൽ എന്താണ് എന്നുള്ളത്. അവൻക്ക് പടച്ചോൻ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അതിന് മുൻപ് ആ അപകടത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ അത് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. നേരത്തെ ഈ ഒരു കുട്ടികളുടെ സ്കൂൾ അവധിക്ക് മറ്റൊരു സ്ഥലത്ത് ടെൻറ്റ് കെട്ടിയിട്ട് മരുഭൂമിയിൽ അങ്ങനെ അവധിക്കാലം ചിലവഴിക്കാനായിരുന്നു പ്ലാന്. അങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി ഒരുക്കിയതൊക്കെ ഇടും. മക്കളുടെ ഒരു പിടിവാശിയായിരുന്നു, വേണ്ട നമുക്ക് ലിവാ ഫെസ്റ്റ് കാണാം, ലിവാ ഫെസ്റ്റ് കാണാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ലിവാ ഫെസ്റ്റ് കാണാൻ വേണ്ടി ഇവർ പോയതാണ്. അപ്പോൾ ഇവർ തീരുമാനം ഉണ്ടായിരുന്നു മറ്റൊന്ന്, പക്ഷേ പടച്ച റബ്ബ് ഇവർക്ക് ആ മരണപ്പെടാനുള്ള സമയമായി. ആ സമയമായപ്പോൾ മക്കൾക്ക് തോന്നുകയാണ് അവരുടെ മരണം അള്ളാഹു വെച്ചിട്ടുള്ളത് ലിവാ ഫെസ്റ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ്. അതിനുള്ളൊരു കാരണം വേണ്ടേ. ആ മക്കളുടെ ഒരു നിർബന്ധമാണ്, പൊന്നുപ്പ നമുക്ക് ലിവാ ഫെസ്റ്റ് കാണാൻ പോവുക, വണ്ടികളുടെ റേസിങ് കാണാൻ പോകുക. അങ്ങനെയാണ് ഈ മക്കളെ ഇടയിൽ ലത്തീഫും റുക്സാനയും ഹൗസ് മെയ്ഡായ ബുഷറയും ഈ 5 മക്കളൊക്കെ കൂടി ചേർന്ന് പോണത്. അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് അവസാനം എടുത്ത ചിത്രമാണ് ആ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ ഒരു ചിത്രം. അതും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പുലർച്ചെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇവർ രണ്ടുപേരും ഉപ്പയും ഉമ്മയൊക്കെ മാറി മാറി വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വണ്ടി ഓടിച്ചിരുന്ന റുക്സാനയാണ്. പുലർച്ചയുടെ സമയമാണ്. ഉപ്പയും ഉമ്മയും ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കണേ. അപ്പോൾ ഈ അപകടം ഈ ഡിവൈഡറിൽ വന്ന് ഇടിച്ചതാണ് അത്ര. ഈ അപകടത്തിൽ ഈ വണ്ടിയുടെ റൂഫ് ഇതുണ്ടല്ലോ, മുകൾ ഭാഗം, അതങ്ങോട്ട് പൊളിഞ്ഞങ്ങോട്ട് പോയിട്ട് ആ 2ാം സീറ്റിൽ ഇരുന്നിരുന്ന ഈ 4 മക്കളും ബുഷറയും ഹൗസ് മെയ്ഡും അവരാണ് ഈ അപകടത്തിൽ തൽക്ഷണം ഇവർ പുറത്തേക്ക് തെറിച്ചു വീണുപോയി. അതിൻ്റെ പിറകിലെ സീറ്റിൽ ഇസ്സ കിടന്നുറങ്ങിയിരുന്നു. അപ്പോൾ ആ രക്ഷപ്പെട്ട പെൺകുട്ടി, ആ വീട്ടിൽ ആകെ രക്ഷപ്പെട്ട ഒരു കുട്ടി ഇസ്സ എന്ന് പേരുള്ള ആ പെൺകുട്ടിയാണ്. അവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നത്. ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇസ്സ ഡിസ്ചാർജ് ചെയ്തു, ഉപ്പ ഡിസ്ചാർജ് ചെയ്തു. ഇതിലേറ്റവും സങ്കടകരം ആ ഉമ്മ റുക്സാന തൻ്റെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു എന്നറിയുന്നത് അവരെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോഴാണ്. അതുവരെ ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കണമല്ലോ. അവരറിയിക്കാതെയും കൂടി ആ മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 മക്കൾ ഇവർ വന്ന് നോക്കുമ്പോൾ 5 മക്കളുടെ വീട്ടിൽ 4 മക്കളില്ലാത്തൊരവസ്ഥ. പടച്ചോനെ അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുക. അപ്പോൾ അറിയിക്കേണ്ടി വന്നു. അവർക്ക് 2 ശസ്ത്രക്രിയ നടത്തി. അവരിപ്പോഴും ഹോസ്പിറ്റലിലാണ്, ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. നമ്മുടെ മക്കൾ പോയി എന്നുള്ളത് അവർക്കത് എങ്ങനെ റബ്ബ് അവരത് ഉൾക്കൊണ്ടാണ് എനിക്ക് മനസ്സിലാവണില്ല. അത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ വിരുന്ന് പോയാൽ, ഇപ്പോൾ ഉമ്മയുടെയൊക്കെ വീട്ടിലേക്ക് മക്കൾ, എന്നെ സംബന്ധിച്ചോളം എൻ്റെ ചെറിയ കുട്ടി പോയി കഴിഞ്ഞാൽ വീട്ടിൽ കയറാൻ തോന്നൂല. കാരണം എൻ്റെ ചെക്കൻ സുൽത്താൻ ഇല്ലെങ്കിൽ ആ വീട്ടിൽ എന്തോ വലിയ കുറവാണ്. സത്യത്തിൽ 2 ദിവസം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതാണ്. അവൻ്റെ മാമൻ വന്നപ്പോൾ ഓനെ കാണാൻ പോയതാണ്. അപ്പോൾ നമുക്ക് ആ ഇല്ലായ്മ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവൻ ഉണ്ടായിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ആ മക്കൾ 4 മക്കളുടെ ഒരു അഭാവം പടച്ചോനെ, ആ വീട് അള്ളാഹു ആ കുടുംബം ക്ഷമ നൽകട്ടെ. ഇപ്പോൾ ഇസ്സ അവരുടെ ബന്ധുക്കളുടെ പരിചരണത്തിലാണ്. നമ്മളെല്ലാവരും ദുആ ചെയ്യാം നല്ല മാനസിക നിലയിലേക്ക്, നല്ല മാനസിക ആരോഗ്യത്തോടു കൂടി ആ ഉമ്മ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ ജീവിച്ചു വരാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികളെ കുറിച്ച് ആ തെമ്മാടിത്തരം പറഞ്ഞ സൗദി റിയാദ് ജോസഫ് ബെന്നിയുടെ കാര്യം ഉണ്ടല്ലോ, അവനെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒടുവിൽ ലഭിച്ചൊരു വിവരം. കാരണം അവനിട്ടൊരു കമൻറ്റിനോട് ഒരിക്കലും നമുക്ക് യോജിക്കുക. ഓനെ അറസ്റ്റ് ചെയ്തതിനോടൊക്കെ എനിക്ക് വിഷമമുണ്ട്. കാരണം ഓനക്കൊരു ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഉണ്ടാകും. അവരുടെ കുടുംബങ്ങളൊക്കെ ജീവിക്കാൻ മാർഗമില്ലാതാവും. പക്ഷെ അവൻ ചെയ്തൊരു തെമ്മാടിത്തരം ആലോചിച്ച് നോക്ക്. ഒരു 4 കുട്ടികൾ മരണപ്പെട്ടാൽ അവനക്ക് ഇഷ്ടപ്പെടാത്തൊരു മതമാണ് ഇസ്ലാം. ഓക്കെ, ഒന്നും പറയണ്ട, ഒരു അനുശോചനവും അറിയിക്കേണ്ട. പക്ഷേ അവരെ പന്നി പെറ്റു കൂട്ടും പോലെ അവരൊക്കെ ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ പറയുന്നൊരു മാനസികാവസ്ഥ ഉള്ളിൽ നിന്ന് അറിയാതെ പുറത്തു വന്നു നോക്കുമ്പോൾ എല്ലാവരും, അവൻ്റെ കൂടെയുള്ള ക്രിസ്ത്യാനികൾ, കൂടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ഒറ്റപ്പെടുത്തി.
ഇനി GCC രാജ്യങ്ങളിലേക്ക് ഓർക്ക് എൻട്രി ഇല്ല. അവരെ ഇറക്കാൻ വല്ല പ്രവാസികൾ വരുമോ? പല പ്രവാസികളും പല കാരണങ്ങളിലും കേസിലാവുകയും അറസ്റ്റിലാവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവലുണ്ട്. പല കേസിലും ഇവരെ രക്ഷിക്കാൻ ഇറങ്ങുന്നതും ആരെന്നെയാണ്? പ്രവാസികളായ സാമൂഹ്യ പ്രവർത്തകർ തന്നെയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ പ്രവാസിയും ഇനി എന്ത് ചെയ്യൂല, രംഗത്തിറങ്ങൂല. കാരണം അവൻ ചെയ്ത തെമ്മാടിത്തരം ലോകത്ത് പിശാച് പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അവൻ്റെ വീട്ടുകാരിത് വായിച്ചു നോക്കിയാൽ എന്തിനാ ചേട്ടായി ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഓൻ എന്ത് മറുപടിയാ പറയാ? ഏത് മതക്കാരനാണ് മറ്റൊരു മതക്കാരൻ്റെ ആളുകൾ മരണപ്പെട്ടിട്ട് അതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിന് സപ്പോർട്ട് ചെയ്യണത്? ഒരു മനുഷ്യൻ, ഒരു ജീവനുള്ള ഒരാൾ സപ്പോർട്ട് ചെയ്യോ? എന്നാലും ചില സപ്പോർട്ടീവ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങൾ അന്ന് അവിടെ ചെയ്തില്ലേ, നിങ്ങൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ മരിച്ചപ്പോൾ കൈയടിച്ചില്ലേ, നേപ്പാളിൽ ഹിന്ദുക്കൾ മരിച്ചപ്പോൾ ആര് കൈയടിച്ചു? ആ കൈയടിച്ചതിന് പകരം ഈ ഒരു 4 മക്കളാണോ കൈയടിച്ചത്? അബുദാബിയിൽ മരണപ്പെട്ട 4 മക്കൾ, അവർക്ക് എന്ത് മതം, എന്ത് ജാതി? ഇവൻ ഈ തെമ്മാടിത്തരം പറയുകയാണെങ്കിൽ ഇവൻ്റെ ഉള്ളിലുള്ള വർഗീയത, ഞാൻ അതാ ചിന്തിച്ചത്. ഇവൻ്റെ പ്രത്യക്ഷത്തിൽ ഇന്നോട് ഇങ്ങോട്ട് ചീത്ത പറയുന്ന ഒരാളോട് നമുക്ക് അങ്ങോട്ട് ചീത്ത പറയുമ്പോൾ അതിന് റീസൺ ഉണ്ട് വിചാരിക്കുക. മാലോകരോട് ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഇത്തരത്തിൽ വംശവറി കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള വർഗീയത എത്ര ഉണ്ടാവും? അതാണ് അപകടം. അവൻ ഇടപഴകുന്ന ആളുകൾ, ഇവൻ ജോലി ചെയ്യുന്നത് അവൻ ഇഷ്ടമില്ലാത്ത അതേ വർഗത്തിൻ്റെ സൗദി അറേബ്യയിൽ അവിടെ ഉണ്ടാക്കുന്ന ജീവിതം കൊണ്ടാണോ കുടുംബത്തിൽ ജീവിക്കണത്? ഇനി അത്ര വലിയ വംശവരിയുള്ള ആളാണെങ്കിൽ എനിക്ക് അറബിയുടെ കാശ് വേണ്ട, എനിക്ക് മാപ്പിളാരെ കാശ് വേണ്ട എന്നിട്ട് എറിഞ്ഞു പോകണ്ടേ? അപ്പോൾ അതൊക്കെ അവനക്ക് വേണം. ഇങ്ങനെ കുറേ ആളുകൾ, നമ്മളൊരു ഗൾഫ് രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ ഒരു പ്രവാസികൾ വീഡിയോ കാണുന്നെങ്കിൽ നമുക്ക് പല ആദർശങ്ങളുണ്ട്, പല രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പലതും ഉണ്ടാവും, പല വിശ്വാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഓരോ കമൻ്റ് എഴുതിയിടുമ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നൊരു ഫ്രീഡം ഗൾഫ് രാഷ്ട്രങ്ങളിലില്ല. ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവിടുത്തെ ഒരു നിയമ സംഹിതകളോടൊരു മാന്യതയും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചൊരു ബോധേടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അന്നം തരുന്ന രാജ്യം നമ്മുടെ അന്നം മുട്ടിക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ആ ഒരു കുട്ടികളുടെ ആ 4 കുട്ടികളുടെ വീട്ടുകാർ അബ്ദുൽ ലത്തീഫും റുക്സാനയും പരാതി കൊടുത്താൽ പിന്നെ ഓൻ്റെ കാര്യം കഷ്ടമാണ്. ആരാ ഓനെ സഹായിക്കാണ്ടാവുക? ആരും ഉണ്ടാവില്ല. അപ്പോൾ ആവേശം മൂത്തിട്ട് ഇമാതിരി വർഗീയത നമുക്ക് ഒരു തരത്തിലും അവനോട് സിമ്പതി തോന്നുന്നില്ല. എനിക്ക് ആ വീട്ടുകാരാലോചിച്ചിട്ടാണ്. അവനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നും അറിയാത്ത ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവില്ലേ, അവരാലോചിച്ചിട്ടാണ് എൻ്റെ ഒരു സങ്കടം തോന്നി. കണ്ടാൽ അവർ ഭയങ്കര പാവങ്ങളാണ്, ഭയങ്കര മാന്യന്മാരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പച്ച വർഗീയതയുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ ആൾ, നമ്മൾ അവരെയാണ് നമ്മൾ ശരിക്കും നോക്കുക. ശത്രു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓ ശത്രുവാണ്, ഓ ശത്രുത പരസ്യമായിട്ട് കാണിക്കും. ഇമാതിരി ആളുകളുണ്ടല്ലോ, നമ്മളോട് മിത്രങ്ങളായിട്ട് ചിരിച്ചു കാണിക്കും, ഉള്ളിൽ വലിയ ശത്രുതയുണ്ടാവും. ഇവരാണ് യഥാർത്ഥ മുനാഫിക്ക്. ഇവരെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഇവരാണ് മുന്നമാർ. ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധ്യമല്ല. ഇവരിതുപോലത്തെ വല്ല അപകട സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇവരെ തിരിച്ചറിയുക. അപ്പോൾ അതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് തക്കതായ ശിക്ഷ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഒരുപാട് പേര് പ്രാചീനമാകും പഠിച്ചവനെ ഓനക്കൊരു പണി കിട്ടണം എന്നുള്ളത്. അപ്പോൾ കിട്ടാനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടാവും ഇനിയെങ്കിലും നന്നാവ്. മറ്റുള്ള മനുഷ്യരുടെ മതം ജാതി നോക്കിയിട്ട് മരണപ്പെടുന്ന സമയത്ത് ആഘോഷിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഇഷ്ടമില്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷെ അവരെ അപകീർത്തിപ്പെടുത്തല്ലേ, അവരെ അപമാനിക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ പറഞ്ഞല്ലോ, ആ ഒരു ഉമ്മാക്കും വാപ്പാക്കും ആ കുടുംബം ദുആ ചെയ്യുക. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതൊക്കെ അസുഖങ്ങളൊക്കെ മാറി റിക്കവർ ചെയ്തിട്ട് ആ ഉമ്മ റുക്സാനയും ഭർത്താവ് ലത്തീഫും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു വീട്ടിലേക്ക് വരുന്നൊരു സന്ദർഭം. 4 മക്കളില്ലാത്തൊരു വീട്. മക്കളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മക്കളിരിക്കുന്ന സ്ഥലങ്ങൾ, അവർ പഠിക്കുന്ന പാഠങ്ങൾ, അവരുടെ സോഫ, അവരെ പുസ്തകം, ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഇടനെഞ്ചു പൊട്ടും. അത് എനിക്കങ്ങോട്ട് മൈൻഡിൽ അതങ്ങോട്ട് ഇമേജിൻ ചെയ്യാൻ പറ്റണില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഒരു കുട്ടി പോലും അഭാവം, ഒരു ദിവസത്തെ വിരുന്ന് പോയാൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസിക നിലയുള്ള ആളുകളാണ് നമ്മൾ സാധാരണക്കാർ. അപ്പോഴാണ് 4 മക്കളില്ലാതായി എന്നുള്ളത്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആ ഉമ്മാക്കും ഉപ്പാക്കും. കാരണം ആ ഉമ്മ, നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവരുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിക്കുന്ന ശലഭങ്ങളായിട്ട് ആ കുട്ടികൾ നാളെ ഹിസാബിൽ വരും. ആ കുട്ടികൾ വാശി പിടിക്കും, പഠിച്ചു എൻ്റെ ഉമ്മാനും ഉപ്പാനും സ്വർഗത്തിലാക്കിയിട്ടല്ലാതെ ഞങ്ങൾ വിട്ടു പോകൂല എന്ന് പറയുമ്പോൾ ആ ഉമ്മാക്കുപ്പാക്കും പഠിച്ചം കൊടുക്കണ സമ്മാനം. പക്ഷേ അത് മരണശേഷമാണ്. അതുവരെ നമ്മുടെ ഉള്ളിൽ ആ ക്ഷമ കൈകൊള്ളണം. ഒരുപാട് പേര് ആ ഉപ്പാനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അവരൊക്കെ ആശ്വസിപ്പിച്ചിട്ടും അവർ വീണ്ടും ഓർക്കുക തന്നെയല്ലേ. മറക്കാൻ കഴിയാത്തത് ഒരു നിമിഷം ഒരു ഓർക്കണം. പഠിച്ചവനെ നമുക്ക് ആദ്യം തീരുമാനിച്ച ആ ഒരു അവധിക്കാല ക്യാമ്പിൽ തന്നെ പോകാമായിരുന്നു. പക്ഷേ പടച്ചോൻ്റെ വിധി ആ മക്കൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവർ ചെല്ലുന്നു. അത് ആ സന്തോഷങ്ങൾ മുഴുവനും കെടുത്തിയിട്ട് അത്ര സന്തോഷത്തോടെയാണ് അങ്ങോട്ട് പോയത്. അതേ വഴി കൂടെ കുട്ടികളുടെ മയ്യത്തായിട്ട് തിരിച്ചു വരാനുള്ളൊരു യോഗമായിരുന്നു ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ദുആ ചെയ്യുക, പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തു രക്ഷിക്കാൻ
ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം മദീന എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഫോട്ടോയാണത്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ആരാണ് ഈ വ്യക്തി? അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു, സർവ്വ ആളുകളും ആദരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.